ഹനുമാൻ ചാലിസ ഉണ്ടായ അദ്ഭുത കഥ അറിയാമോ? 16-ാം നൂറ്റാണ്ടിൽ ശ്രീരാമഭക്തനും മഹാകവിയും പണ്ഡിതനുമായ തുളസീദാസിന് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ദർശനം ലഭിക്കുകയുണ്ടായി. ഇത് നാട് മുഴുവൻ അറിഞ്ഞു. അന്ന് അവിടം ഭരിച്ചിരുന്ന അക്ബർ ചക്രവർത്തി അറിഞ്ഞു. അദ്ദേഹം തുളസീദാസിനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ അസ്തിത്വത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്ന അക്ബർ ശ്രീരാമനെ തനിക്ക് കാട്ടിത്തരാൻ തുളസീദാസിനെ നിർബന്ധിച്ചു. ശ്രീരാമനോടുള്ള യഥാർത്ഥമായ സമർപ്പണം ഇല്ലാതെ ഭഗവാന്റെ ദർശനം സാധ്യമല്ല എന്ന തുളസീദാസിന്റെ മറുപടിയിൽ പ്രകോപിതനായ അക്ബർ അദ്ദേഹത്തെ കാരാഗൃഹത്തിൽ അടച്ചു. മഹാകവി തുളസീദാസ് അക്ബറിന്റെ തടവറയിൽ ഇരുന്ന് ഭഗവാൻ ഹനുമാനെ സ്തുതിച്ച് ഹനുമാൻ ചാലിസ എന്ന കാവ്യം രചിക്കുവാൻ തുടങ്ങി. 40 ദിവസം എടുത്ത് ആ കൃതി പൂർത്തിയായപ്പോൾ വാനരസേന അക്ബറിന്റെ രാജധാനിയായ ഫത്തേപൂർ സിക്രി നഗരത്തെ വളഞ്ഞു നാശനഷ്ടങ്ങൾ വരുത്തി തുടങ്ങി. തന്റെ സൈന്യത്തെ ഉപയോഗിച്ച് വാനരപ്പടയെ തുരത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ട അക്ബർ അത് ഹനുമാന്റെ വാനരസേനയാണെന്നു തിരിച്ചറിഞ്ഞു. ഉടൻ തുളസീദാസിനെ വിട്ടേക്കാൻ കൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ മോചനത്തോടെ വാനരപ്പട നഗരത്തിൽ നിന്നും അപ്രത്യക്ഷരായി. തന്റെ ഭക്തനെ രക്ഷിക്കുന്നതിനായി ഭഗവാൻ ഹനുമാൻ വാനരപ്പടയെ അയച്ചായിരുന്നു അത്.